ആ വാർത്ത വരുന്നത് നമ്മളുടെ ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ ഒരു ഐസിസിനി അറസ്റ്റിലായിട്ടുണ്ട്. ഐസിസിനി എന്ന് പറയേണ്ട അൽഖ്വയ്ദിനി എന്ന് പറയാം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ. അതായത് ഗുജറാത്ത് ATS അറസ്റ്റ് ചെയ്ത ഒരു പെൺ തീവ്രവാദിനി. ആ പെൺ തീവ്രവാദിനിയുടെ പേര് പർവീൻ എന്നാണ്. ആള് അൽഖയ്ദയുടെ ഓപ്പറേറ്റീവായിട്ട് നിന്ന ഒരാളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബുധനാഴ്ചയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. Parveen allegedly shared extremist videos linked to Al-Qaeda operatives on social media platforms, especially Instagram, with the intent of radicalizing the youth. ഇതാണ് ആളുടെ മേലെ ചാർത്തിയിരിക്കുന്ന ആ ഒരു കുറ്റം. 33 വയസ്സുകാരിയായ ജാർഖണ്ഡുകാരിയായ ഒരു പെണ്ണ്. അവർ ജീവിച്ചിരുന്നത് ബാംഗ്ലൂരിലാണ്. നല്ല പെണ്ണാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടാകുന്ന രീതിയിൽ ഇസ്ലാമിക രാജ്യമാക്കാനും അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിനുമുള്ള എല്ലാ സഹായവും ആൾ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നു AQIS, അതായത് അൽഖയ്ദ ഫോർ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ എടുത്തിരുന്നത് ആൾ ചെയ്തത്. എക്സ്ട്രീമിസ്റ്റ് വീഡിയോസ് ലിങ്ക് ടു അൽഖയ്ദ ഇത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഇതാണ് ആളുടെ പണി. ആ ബുർഖാധാരിയായ ആ സ്ത്രീയാണ് കേട്ടോ നമ്മളുടെ ആ ഒരു പർവീൻ എന്ന് പറയുന്നത്. ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഓർക്കുക. അപ്പോൾ ആൾ ചെയ്തത് എന്താണ്? ജിഹാദി കോണ്ടൻറ്റ് ഓൺലൈൻ അതിനകത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ആളുടെ ആ ഒരു വാർത്തയിൽ കാണാം. ഇത് ഹിന്ദു പത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ഹിന്ദു പത്രത്തിനൊരു ബുറാഖ് പവൻ ഞാനിവിടെ പറഞ്ഞു വെക്കണേ. അതോടൊപ്പം തന്നെ ഒരു ഹൂറി പരാമർശം. കാരണം ജിഹാദി കോണ്ടൻറ്റ് എന്ന് പച്ചയ്ക്ക് പറയുക, ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. ഈ ജിഹാദി ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ജിഹാദ് ഒരു പ്രശ്നമാണ്, ജിഹാദിയാണ്, അല്ലെങ്കിൽ അർബൻ ജിഹാദിയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ കുറേ കോയമാർ കിടന്ന് തുള്ളും. എന്തിനാണ് അങ്ങനെ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങൾ തന്നെയല്ലേ ഒരു വശത്ത് നിന്നിട്ട് പറഞ്ഞ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നന്മയാണ്, വെള്ളം കോരലാണ്, ഉപ്പിട്ട് കൊടുക്കലാണെന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പോൾ പിന്നെ നിങ്ങളൊരു ജിഹാദിയാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വെറുതെ പൊള്ളണത്? ഈ ഒരു വെള്ളം കൊടുക്കുന്ന ഒരാളാണെന്നല്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്കങ്ങ് എടുത്താൽ പോരെ. അതെടുക്കാതെ വന്നിട്ട് ഉടനെ അത് തീവ്രവാദിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്നുള്ളത് അവിടെ ശരിക്കും കിടപ്പുണ്ട് എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഹിന്ദു പത്രം അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ജിഹാദി കോണ്ടൻറ്റ്, അതാണ് അവിടെ പ്രചരിപ്പിച്ചത്. അപ്പോൾ അത് ചെയ്തതിൻ്റെ പേരിലാണ് ആളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു വാർത്ത പറഞ്ഞിരുന്നു, ഗുജറാത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു 4 പേരുടെ ഒരു കാര്യം. അവരിൽ കൂടെയാണ് ഇങ്ങനെ ഒരാളുടെ ഒരു അറിവ് കിട്ടിയതും ഇത് അറസ്റ്റിലേക്ക് നീങ്ങുന്നത്. അപ്പം ഞാനിവിടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുപോലെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന പ്രൊഫൈൽസ് ഇൻസ്റ്റാഗ്രാമിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ പലയിടത്തും കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾ ആ കോണ്ടൻറ്റ് ഇട്ട ആളുടെ പ്രൊഫൈൽ, അതിൻ്റെ ഒരു ലിങ്ക്, പ്രൊഫൈലിൻ്റെ ഒരു ലിങ്ക്, ഇത് രണ്ടും കൂടി എടുത്തിട്ട് NIAയുടെ വെബ്സൈറ്റിൽ കയറിയാൽ അവരുടെ ഇമെയിൽ ID കിടപ്പുണ്ട്, അതിനകത്തേക്ക് ഒന്ന് മെയിൽ ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ല, നിങ്ങൾക്ക് സംശയം, അത്രയേ ഉള്ളൂ, സസ്പീഷൻ, അത്രയേ അതിനകത്ത് പറയുന്നുള്ളൂ. അത് ഏതും ആയിക്കോട്ടെ, ഹിന്ദു മത തീവ്രവാദം ആയിക്കോട്ടെ, ഇസ്ലാം മത തീവ്രവാദം ഏതും ആയിക്കോട്ടെ, നിങ്ങൾ അയച്ചു കൊടുത്തേക്ക്. ഇന്ന മതം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിഷമമുണ്ട്. അങ്ങനെ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ അതിലേതാണ് ഒറിജിനൽ തീവ്രവാദി, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ അവരത് അന്വേഷിക്കും. കാരണം ചിലപ്പോൾ അവരായിരിക്കും ഇത് തപ്പിക്കൊണ്ടിരിക്കുന്നത്, അവരിലേക്കാണ് ഇത് എത്തുക. ഇപ്പോൾ ഈ ഇടയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, ഇപ്പോൾ ഈ സലഫി സർക്കിൾസ് എന്നൊക്കെ കാണുന്നൊരു കാര്യം. അവർ കൂടുതലായിട്ട് ഒരു എന്താ പറയുക, അറസ്റ്റ് വരിക്കുന്നതിനെക്കുറിച്ച്, അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വലിയ പോരിഷ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ പ്രചരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അതിപ്പോൾ കൂടുതലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ പോലീസ് പിടിക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ ഒരു ശിക്ഷ ആരോപിക്കപ്പെടുന്നത്, നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത്, നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെടുന്നത്, നിങ്ങൾ തൂക്കിലേറ്റപ്പെടുന്നത് പോലും ഒന്നുമല്ല. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജിഹാദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നിങ്ങളെ തടയാൻ പോകുന്ന സംഗതികളല്ല. ഇത് ഒന്നുമല്ല നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്ന അങ്കയാണ് ഇരിക്കുന്നത്. അതുക്കും മേലെ നമ്മുടെ ഹൂറികൾ, ഒടിയാത്ത ലിംഗവും മറ്റേ സാധനമൊക്കെ ഉള്ള, ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന തരത്തിലൊരു സംഭവം. ഇത് സത്യത്തിൽ ഒരു സോഫ്റ്റ് ജിഹാദ്, ഒരു എംപവർമെൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത്ര നാളും ഈ എഡ്യൂക്കേഷനും, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റ്, അതുപോലെ എന്താണ് മയക്കുമരുന്നിനെതിരെ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഗോൾസൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യത നേടി, മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത നേടിയതിന് ശേഷം അവരിപ്പോൾ കുറേശ്ശെ ഇറക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇംജാതി സാധനമാണ്. അത് എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു രാജ്യവിരുദ്ധമായ സംഗതി എന്നതിനേക്കാളപ്പുറം ഇത് ഒരു നമ്മളൊക്കെ ഇന്നിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, ഒരു നല്ല പൗരനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു, ഒരു സിവിക് സെൻസോട് കൂടി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ആരെയും ഭയന്നിട്ടല്ല, നമ്മൾ അത് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു കർത്തവ്യം ആയിട്ട് കണക്കാക്കി, ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്ത് ആ ഒരു രീതിയിൽ പോയാൽ എല്ലാവർക്കും ഗുണമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇവിടെയുള്ള നിയമങ്ങളെ മാനിച്ചത് കൊണ്ടാണ് സത്യത്തിൽ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. അതേസമയം ഈ ആശയം കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഭയമില്ല, ഇവിടെയുള്ള നിയമങ്ങളോടൊരു മാന്യത അവർക്കില്ല, അങ്ങനെ മാനിക്കണമെന്ന് അവർക്ക് തോന്നുന്നില്ല.
അതല്ല ഇനി അത് വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യത്തിന് ഗുണകരമാവുന്ന സംഗതിയാണെങ്കിൽ അവരത് വയലേറ്റ് ചെയ്യും. കാരണം അവരുടെ ലക്ഷ്യം എപ്പോഴും അങ്കയായതുകൊണ്ട്, ഹൂറികൾ ആയതുകൊണ്ട് അവർക്ക് ഇവിടെയുള്ള സാധനങ്ങൾ നിയമങ്ങളൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്ന് വരിക എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതാണ് ഈ ജിഹാദിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ ജിഹാദ് എന്ന് പറയുന്ന സാധനം തലയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നാട്ടിലെ നിയമങ്ങൾ, ലോകത്തെ നിയമങ്ങൾ, മനുഷ്യനും തമ്മിലുള്ള ഇൻട്രാക്ഷൻസിൽ വരുന്ന ആ ഒരു സൗമ്യത, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കേണ്ടി വരും. അവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും മാറ്റി വെക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒന്ന് മോഡുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സംഗതി ഒന്നും ജിഹാദിന് മുന്നിൽ വില പോകില്ല. അവിടെ ഒറ്റ കാര്യമുള്ളൂ, പൊട്ടിത്തെറിക്കുക. യുദ്ധ നിയമമായിട്ട് പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിന് ഒരു വാർ ടാക്റ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ഉപയോഗിച്ചിരിക്കും. അത് അവിടെ നോക്കിയിട്ട് ഞാൻ പൊട്ടിയ കാക്കാമാരും ചാവുമല്ലോ, അതുകൊണ്ട് പൊട്ടാതിരിക്കണമല്ലോ എന്നൊന്നും അവൻ ചിന്തിക്കില്ല. കാരണം അവൻ്റെ ബിഗർ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജാക്കിർ നായിക്ക് കൊടുക്കുന്ന ഒരു ക്ലിയർ എക്സാമ്പിളാണ് ആ പറയുന്നത്. അതായത് നിങ്ങൾ നടന്നു പോകുന്നു, നിങ്ങൾ മുഹമ്മദ് നബിയുടെ ബോഡി ഗാർഡാണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ കാണുകയാണ് ഒരാൾ വെടിവെക്കുന്നു മുഹമ്മദ് നബീനെ. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തടയാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. നിങ്ങൾ അയാളുടെ മുന്നിലേക്ക്, അതായത് മുഹമ്മദ് നബിയുടെ മുന്നിലേക്ക് ഇറങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ ആരാണോ ഉള്ളത് അയാളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് ആ വെടി കൊള്ളുന്നു, നിങ്ങൾ മരിക്കുന്നു, മറ്റേയാൾ രക്ഷപ്പെടുന്നു. ഇത് സൂസൈഡ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നു ഒരിക്കലുമല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല. അത് ഒരു ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനത്തിന് അങ്ങ് വെളുപ്പിച്ച് കൊടുക്കുന്ന കാഴ്ച ജാക്കിർ നായിക്ക് പറയുന്നത് കേൾക്കാം. അതിൽ സൂയിസൈഡ് ബോംബിംഗ് എന്ന് പറയുന്നത് അത് എന്താണ്, ഫൗദ, അതുപോലെ പല ആളുകളെ പേരൊക്കെ പറഞ്ഞിട്ട് പറയും, ഇന്ന ആളുകളൊക്കെ പറഞ്ഞിട്ട്, ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വാർ ടാക്റ്റിക്കായിട്ട് നിങ്ങൾക്ക് സൂയിസൈഡ് ബോംബിംഗ് ഉപയോഗിക്കാം. കാക്കമാർ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഇസ്ലാമിക് സർക്കിൾസിൽ നടക്കുന്ന കാര്യം. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജിഹാദ് എന്ന് പറയുന്നത് വളരെ ഈവിളായിട്ടുള്ള ഒരു സാധനമാണ് എന്ന് നമ്മൾ പറയുന്നത്. അതിൽ നിന്നും വിട്ടു നിൽക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാത്ത കുറേ ആളുകളുണ്ട് ഇവിടെ. അവർ ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. ഈ ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കോരി കൊടുക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കിടന്നിട്ട് മറിയും. രാഹുൽ ഈശ്വറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ്. അവർക്ക് സത്യത്തിൽ ഈ സാധനം എന്താണെന്ന് അറിയില്ല എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ പഠിക്കുന്നില്ല. അവർ ഈ സാധനം എടുത്തിട്ട് അതിനകത്ത് അവർക്ക് എടുക്കാൻ പറ്റുന്ന സാധനം ചെറിയ പിക്ക് ചെയ്തിട്ട് അങ്ങ് പോകും. സത്യത്തിൽ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ദാറുൽ ഇസ്ലാം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യമല്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലങ്ങളിൽ ഇസ്ലാമികമാക്കി അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാഫിറുകളായിട്ടുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, വരാത്ത ആളുകളെ കൊന്നുകൊള്ളുക, അല്ലെങ്കിൽ അവരെ അടിമകളാക്കി പിടിക്കുക. ഇത് തന്നെയാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതല്ലാതെ മറ്റൊരു ലക്ഷ്യം അവിടെ വരുന്നില്ല എന്നത് മനസ്സിലാക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് ഈ ജിഹാദിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും ഇന്ത്യയിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഹമാസിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം, ഹമാസിനെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ എടുത്തെടുത്ത് പറയുന്നൊരു ഉദാഹരണമാണ്. നമ്മളുടെ പോളിസി പ്രകാരം ഹമാസ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്കതിനെ നിരോധിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കേൾക്കുമ്പോൾ അത് വലിയ ഒരു സംഭവമായിട്ടൊക്കെ തോന്നും. പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല. BJP ഗവൺമെൻറ് പറയുന്നൊരു കാര്യമാണ്, അതിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു ഭീകരാക്രമണം നടത്തൂ പ്ലീസ്, നിങ്ങളൊന്ന് നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതിന് തുല്യമാണത്. ഒരു സാധനം പ്രീഎംപ്റ്റീവായിട്ട് കണ്ട് അവിടെ ചെയ്യുന്ന സംഗതി ഇവിടെ വരാനുള്ള സാധ്യത കണ്ട് അവർക്കിവിടെ എംപത്തൈസേഴ്സിനെ കാണാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടും ഇതിന് പ്രൊആക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊരു നടപടി എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പരാജയമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ സാധനത്തിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കുഴപ്പം. രണ്ടാമത്തത്, ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും POK വന്നുവല്ലോ. POK എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗമായിട്ടല്ലേ ഇന്ത്യൻ ഗവൺമെൻറ് കാണുന്നത്. എന്നിട്ടും നിങ്ങൾക്ക് ആ സാധനം അവിടെ വന്നിട്ട് പോലും ഈ ഹമാസിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു പഹൽഗാം അറ്റാക്കിന് മുന്നേ എന്നുള്ളതിന് വാർത്തകളുണ്ടായിട്ട് അത് ഇസ്രായേൽ വാൺ ചെയ്തിട്ട് ഇസ്രായേൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് വരെ ആവശ്യപ്പെട്ടു ഈ ഹമാസിനെ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഇതുവരെ ചെയ്യുന്നില്ല. ഇനി എന്താ വേണ്ടത്? പഹൽഗാം അറ്റാക്കിൻ്റെ പിന്നിലടക്കം ഈ ഹമാസിൻ്റെ കൈകളുണ്ട് എന്നത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇനി എന്താണ് കാരണം വേണ്ടത് ഇവരെ നിരോധിക്കാമെന്നാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു ലെയിം എക്സ്ക്യൂസായിട്ടേ വരുന്നുള്ളൂ. പലതവണ ഇവരുടെ അടുത്ത് നേരിട്ട് മുഖത്ത് നോക്കി തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ സാന്ദർഭികമായിട്ടൊന്ന് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹമാസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത്. അറബ് ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഹമാസിനെ ഇന്ന് തള്ളി പറഞ്ഞിരിക്കുന്നു, നായിൻ്റെ മക്കളെ എന്ന്. അവിടെയുള്ള ആ ഗാസൻ ജനത പോലും പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ഏറ്റുപറയുന്നൊരു കാലമായിട്ടും നമുക്കിപ്പോഴും ഇവർ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടൊക്കെ കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ഈ ഒരു ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ ഒരു നോർമലൈസേഷൻ അവിടെ വെച്ചു കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് വലിയ അപകടമായിട്ടാണ് തന്നെയാണ് മാറുക എന്നും കൂടി ഒന്ന് ഓർപ്പിച്ചിട്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.